പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും മാധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞി വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന, ഹല്ലേലൂയ ആരാധന, നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളെ നമുക്ക് മൗനമായി നടന്ന നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടിയെടുത്ത് പാർച്ചുകൂട്ടിൽ എല്ലാ മക്കളുടെ നിയോഗങ്ങള്
എല്ലാവരുടെ നാഥന്റെ മുന്നിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉടമ്പടിയിൽ ഒത്തിരിയേറെ നേർച്ച വസ്തുക്കളുണ്ട്. സഭയുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ നേർച്ച വസ്തുക്കൾ ഉള്ളത് ഉടമ്പടിയിലാണ്. അത് നമ്മളുടെ പ്രത്യേക കണ്ടുപിടുത്തമല്ല. ഉടമ്പടി എന്നുള്ള കോൺസെപ്റ്റ് ദൈവം വെളിപ്പെടുത്തിയ കാലം മുതലേ ഈ നേർച്ച വസ്തുക്കൾ അതിൻ്റെ കൂടെയുള്ളതാണ്, എണ്ണയും ഉപ്പും ഒക്കെ. പക്ഷേ പ്രയോഗത്തിലാണ് കുഴപ്പം വരണത്. പ്രയോഗത്തിലാണ് കുഴപ്പം വരണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരു സഹോദരൻ്റെ പറമ്പ് വിറ്റ് മാറുന്നില്ല. അത് വിറ്റ് മാറാതെ അദ്ദേഹത്തിൻ്റെ കടങ്ങൾ മാറത്തില്ല. അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും ഉടമ്പടി എടുക്കണേ എപ്പോഴാണ്? ജീവിതം ഇനി മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എപ്പോഴാണ് പട്ടാളക്കാരെ തോക്ക് താഴെ വെച്ച് കൈ ഉയർത്തണ? എപ്പോഴാണ്? തോറ്റു എന്ന് പറയുമ്പോഴാണ്, അല്ലേ? തോറ്റവനാരും പിടിച്ചു കൊല്ലത്തില്ല. അതുപോലെ ഉടമ്പടി എന്ന് പറയുന്നത് അവസാന സമർപ്പണമാണ്. ഇനി എൻ്റെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകത്തില്ല ദൈവമേ, ഇനി നിൻ്റെ കഴിവ് എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറക്കി തരണം. അതിനു വേണ്ടിയാണ് ദൈവം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഉടമ്പടി. മനുഷ്യന് എപ്പോഴെങ്കിലും ബലഹീനമാകുമ്പോൾ, അവൻ്റെ കഴിവ് കൊണ്ട്, അവൻ്റെ ബുദ്ധി കൊണ്ട് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ, അവൻ്റെ ആരോഗ്യം കൊണ്ട് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ, അവൻ്റെ സ്വാധീനങ്ങളും ചുറ്റവട്ടങ്ങളും കൊണ്ട് അവന് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, ദൈവം അവൻ്റെ ജീവിതത്തിലെ ഒരു ഉഭയകക്ഷിയാകും. അങ്ങനെ ദൈവത്തെ കക്ഷി ചേർക്കാനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കക്ഷി ചേർക്കാൻ ഉടമ്പടി അല്ലാതെ വേറെ ഒരു ഫോർമുലയും നിലവിലില്ല. കൃപാസനത്തിൻ്റെ ഉടമ്പടി മരിയൻ ഉടമ്പടിയാണ്. അതായത് ബിബ്ലിക്കൽ കവനൻ്റെ കോൺസെപ്റ്റ് ഉള്ളിൽ മറിയത്തെ അതിൻ്റെ മീഡിയേറ്ററായിട്ട് വെക്കും. കാരണം ബിബ്ലിക്കൽ കവനൻ്റെ ഒരു പരാധീനത എന്ന് പറയുന്നത്, ദൈവത്തിരുസന്നിധിയിൽ ആ കവനന്റിന് എന്തെങ്കിലും ഉഭയകക്ഷികൾ മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് അതിന് ഈടറവുണ്ടായാൽ അവന് വേണ്ടി ദൈവതിരുസന്നിധിയിൽ അപ്പീസ് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ്റെ ഏജൻ്റില്ല. അതാണ് എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്കൊക്കെ പറ്റിയ അബദ്ധങ്ങൾ. അബദ്ധമാണെന്ന് പറയണില്ല, ദൈവത്തിൻ്റെ പരിപാലനയാണ്. പക്ഷേ എങ്കിലും ഉടമ്പടി ലാഗ് ചെയ്യേണ്ട കാര്യമില്ല. എബ്രഹാത്തിന് മക്കൾ ഇല്ലാത്ത കാര്യം, ഇപ്പോൾ എബ്രഹാത്തിനെപ്പോൾ എത്രയോ മനുഷ്യരാണ് അൽത്താരയിൽ വന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് സാക്ഷ്യം പറയണത്. 20 കൊല്ലം, എബ്രഹാത്തിന് 25 കൊല്ലം കഴിഞ്ഞാണ് ഇപ്പം കൃപാസനത്തിൻ്റെ അൽത്താരയിൽ 23 കൊല്ലം വരെ മക്കളില്ലാത്തവർക്ക് ഉടമ്പടി വഴി ഇന്ന് വരെയുള്ള സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മക്കളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഉടമ്പടി കാലത്ത് എബ്രഹാത്തിൻ്റെ കയ്യിൽ നിന്ന് മാനുഷികമായ മിസ്റ്റേക്കുകൾ സംഭവിച്ചു. ദൈവപരിപാലനയിലില്ലാത്ത, ഉടമ്പടിയില്ലാത്ത ഹാഗറുമായി വേലക്കാര്യമായി അദ്ദേഹം ഇടപെടുകയും
ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ ഇസ്മായേൽ ജനിക്കുകയും ചെയ്തു. അതുപോലെ ഉടമ്പടിയിൽ വരുന്ന വിഷയം, ആ ഉടമ്പടിയിൽ ആരെങ്കിലും ഒരു മധ്യസ്ഥനുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഉടമ്പടി നമ്മുടെ മരീൻ ഉടമ്പടിയിൽ ആരാ മധ്യസ്ഥ? അമ്മയാണ്. അമ്മയെ മാധ്യസ്ഥമാക്കുന്നത് എന്തിൻ്റെ വെളിച്ചത്തിലാണ്? ടൈം കണ്ടൻറ്റിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്. എല്ലാത്തിൻ്റെ അകത്തും ജീവിതത്തിൻ്റെ വിഷയങ്ങളിൽ താത്വികമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾ ടൈം ബേസ്ഡാണ്, സമയബന്ധിതമാണ്. ഈ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ, ഇപ്പം ഇപ്പോഴത്തെ ഇൻടേക്കിന് ഈ ജനുവരി വരാൻ പോകുന്ന ജൂണിലെ ഇൻടേക്കിന് നിങ്ങൾ കയറിയില്ല എങ്കിൽ അടുത്ത കൊല്ലം പിന്നെ കയറാൻ പറ്റത്തുള്ളൂ. ഈ സെപ്റ്റംബറിൽ കയറില്ലെങ്കിൽ അടുത്ത സെപ്റ്റംബറിലേക്ക് പിന്നെ വരത്തുള്ളൂ. അപ്പം ടൈം ബൗണ്ടഡാണ് നമ്മുടെ ലൈഫ് എല്ലാം. ഇനി നിങ്ങളുടെ ഈ സമയത്ത് നിങ്ങൾക്ക് പരീക്ഷ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 കുഞ്ഞുങ്ങൾ എന്നോട് സങ്കടപ്പെട്ട് പറഞ്ഞാണ്, ഇന്നലെ പറഞ്ഞതാണ്. എന്താ പ്രശ്നം വെച്ചാൽ അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടും അവർക്കൊരു സമാധാനം ഇല്ല. എന്താ പറയണത്? അച്ഛാ ദൈവം മാത്രമേ ഉള്ളൂ കേട്ടാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ സിലബസ് മാറിപ്പോയിരിക്കുകയാണ്, പരീക്ഷ മാറിയ സിലബസിലാണ് എഴുതാൻ പോണത്. സങ്കടമാണ് ഭയങ്കര. കാര്യം അവർ 4 പ്രാവശ്യം എഴുതി തോറ്റു, 5ാമത്തെ പ്രാവശ്യം എഴുതാൻ ചെന്നപ്പോൾ സിലബസ് മാറിപ്പോയി. ഇനി എന്താ സിലബസ് മാറിയുള്ള അവസ്ഥ എന്താ? എടാ ഇവരുടെ തന്നെ സിലബസിൽ അവർ ജയിച്ചില്ല, പിന്നെ എന്താ? ഇനി ഇവർ പഠിക്കാത്ത സിലബസ് എഴുതാൻ പോവുകയാണ്. അപ്പം അവർക്ക് മെറിറ്റില്ല. ഭൂമിയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന, നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോൾ ഈ ഭൂഗോളം മുഴുവനല്ല, നമ്മുടെ ഭൂമി, നമ്മുടെ ജീവിതവും അതിൻ്റെ പരിസരവും, അതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതവും നമ്മുടെ പരിസരവും, അതിനാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഇതിന് ബൈബിൾ പറയണ മെരിറ്റ് എന്നാണ് പറയണത്, യോഗ്യത. ഈ നമ്മുടെ ഭൂമി, അവിടെ നമ്മുടെ ജീവിതം സർവൈവ് ചെയ്യാൻ ആവശ്യമായ യോഗ്യതകളെ ആണ് മെരിറ്റ് പറയണത്, യോഗ്യത. ഈ യോഗ്യത എപ്പോഴും, ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സിസ്റ്ററിൻ്റെ സാക്ഷ്യമുണ്ടായി. സിസ്റ്ററിൻ്റെ ഭൂമി എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും, ഉരുണ്ടുകൊണ്ടേയിരിക്കും, കുലുങ്ങിക്കൊണ്ടേയിരിക്കും. ഭൂമി കുലുങ്ങിയുള്ള അവസ്ഥ എന്താ? നാം വീണ് പോകും. കെട്ടിടങ്ങളൊക്കെ വീണ് കണ്ടില്ലേ? ഭൂമി കുലുങ്ങുമ്പോൾ കെട്ടിടങ്ങൾ, മരങ്ങളൊക്കെ വീഴും, കെട്ടിടങ്ങൾ വീഴും, ചിലത് നേരെ താഴേക്ക് പോകും ഭൂമി. അപ്പം ഈ ഭൂമിക്കുള്ള കുഴപ്പം ഇതിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ ഭൂമിയെ കുലുക്കും, അങ്ങനെ വചനമുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹഗ്ഗായി 2:6-7 തിരുവചനങ്ങൾ. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യും. ഭൂമി കുലുങ്ങുക 2 തരത്തിലാണ്. ഒന്ന് ദൈവം കുലുക്കും, പിന്നെ നമ്മൾ തന്നെ കൈയിരിപ്പ് കൊണ്ട് കുലുക്കും. നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെ കുലുങ്ങും. നമ്മൾ പഠിക്കണ കാലത്ത് നമ്മൾ ഉഴപ്പുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ കുളമാകും, അല്ലേ?
വെള്ളം അടിച്ച് നോൻപിന് പോലും വെള്ളം അടിക്കുന്ന പാർട്ടിയുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുടലും പോവും, കരലും പോവും, നമ്മൾ തന്നെ കുലുക്കും. ഇനി ദൈവം നമ്മളെ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി ദൈവത്തിൻ്റെ അവകാശമാക്കാൻ വേണ്ടി ഭൂമി എന്നുള്ള വലിയ അവകാശത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും ദൈവത്തെ കണ്ടെത്തത്തില്ല. അവൻ്റെ കഴിവ്, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ബുദ്ധി, അവൻ്റെ കോൺഫിഡൻസ്. അർപ്പിത് എന്നും പറഞ്ഞ് ഇന്നലെ ഒരു മോൻ സാക്ഷ്യം പറഞ്ഞു തോമ്പടിയിൽ നിന്ന്. ആ പറഞ്ഞ് എനിക്ക് ഓവർ കോൺഫിഡൻസാണ്. ജനിച്ച കാലം മുതൽ എൻ്റെ അവസ്ഥ അതാണ്. ജനിച്ച കാലം മുതൽ എനിക്ക് ഓവർ കോൺഫിഡൻസാണ്. കാര്യം നല്ല മാതാപിതാക്കന്മാരിൽ നിന്നും പിന്നെ കുഞ്ഞുങ്ങളെ ശാസിക്കാതെ വളർത്തിയാലും കുഞ്ഞുങ്ങളെ ചെയ്യുന്നതെല്ലാം ഗുഡ് എന്ന് പറഞ്ഞ് നമ്മൾ പോസിറ്റീവ് എനർജി കൊടുത്ത് വളർത്തിയാൽ പിള്ളേർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാകും. അവർക്ക് എന്തും ചെയ്യാൻ പറ്റും, എല്ലാം അവിടെ കൈപ്പിടിയിലാണെന്നുള്ള ബോധ്യം വരും. അവർ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലൊക്കെ അടികൊണ്ടും അപ്പനെന്ന് കേട്ടാൽ പേടിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. കുഞ്ഞുനാളിലെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ദൈവം എനിക്ക് ഉണ്ടാക്കി തന്നു. എൻ്റെ ഭൂമി കുഞ്ഞുനാളിൽ ദൈവം ഒത്തിരി പ്രാവശ്യം കുലുക്കിയിട്ടുണ്ട്. അന്നെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയെ കയറി പിടിക്കും, അല്ലെങ്കിൽ ഈശോനെ കയറി പിടിക്കും. അങ്ങനെ പിടിച്ച് ഇവിടം വരെ എത്തിയത്. എപ്പോഴും നമുക്ക് പിടിക്കാൻ നമുക്ക് ആരുടെ ആവശ്യമില്ല. സ്വത്തുണ്ട്, ആരോഗ്യമുണ്ട്, ധനമുണ്ട്, സ്വാധീനമുണ്ട്, എല്ലാം സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം. ഇതെല്ലാം ഒരു ട്രാജഡിയാണ്. നിൻ്റെ സെറ്റപ്പുകളാണ് ദൈവം കുലുക്കണത്. അതാണ് ഞാൻ ആകാശത്തെ കുലുക്കും, ഭൂമിയെ കുലുക്കും. കാര്യം ഈ ഭൂമി വെച്ചല്ലേ ഭൂമിയെ കുലുക്കാൻ പറ്റത്തുള്ളൂ. കുലുക്കില്ല എന്നുള്ള പ്രശ്നം. ഒരു കാലത്തുനിന്ന് ദൈവത്തെ അറിയാൻ പറ്റുന്നില്ല. അർപ്പിതിൻ്റെ പ്രശ്നം എന്താണ്? അർപ്പിതിങ്ങനെ വളരെ പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടിപ്പോവുകയാണ്. അപ്പോൾ അർപ്പിതിൻ്റെ ഒരു പ്രാവശ്യം 100 ആപ്ലിക്കേഷൻ വിട്ടൊരു കമ്പനിയിലേക്ക്. അവൻ്റെ ജോലി ആദ്യമേ പോകും. അർപ്പിതിൻ്റെ ജോലി ആദ്യമേ പോകും. 10-22 വയസ്സുള്ളപ്പോൾ തന്നെ ജോലി കിട്ടി. ആ ജോലിക്ക് നല്ല ശമ്പളം ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തെ ജോലി പോയി. ഭൂമിയെ കുലുക്കി, അവൻ്റെ ആകാശം കുലുങ്ങി, അവൻ്റെ കടൽ ഇളകി. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ, അങ്ങനെ കടലിളകുമ്പോൾ അവൻ്റെ ഭൂമി കുലുങ്ങുമ്പോൾ അവനോട് അവൻ്റെ ഒരു ഫ്രണ്ട് പറയും, ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറയും. അപ്പോൾ അവൻ പറയും, നോ, എനിക്കുള്ള കോൺസെപ്റ്റ് വ്യത്യാസമുണ്ടെന്ന് പറയും. ഞാൻ ഉടമ്പടി, എൻ്റെ കോൺസെപ്റ്റ് എന്താണ്? നമ്മളിങ്ങനെ ഒരെണ്ണം ഇങ്ങനെ എഴുതി ഇട്ട് ഒരു പെട്ടിക്കൊണ്ട് ഇട്ട് എങ്ങനെയാണ് ദൈവം വർക്ക്? ദൈവം ഒരു പവറല്ലേ? ദൈവം ഒരു പവറാകുമ്പോൾ ഈ പവറിനോട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയണത്? അപ്പം ആളുടെ വിശ്വാസമുണ്ട്, കോൺസെപ്റ്റ് വ്യത്യാസമുണ്ട്. ആളിന് വിശ്വാസമുണ്ട്, പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ്, ദൈവം ഒരു പവറല്ലേ? അപ്പം ഈ പവറിനോട് നമ്മളെങ്ങനെയാണ് പേഴ്സണൽ കാര്യങ്ങൾ പറയണത്? അപ്പം അതുകൊണ്ട് അത് സിങ്ക് ആകണില്ല. അതുകൊണ്ട് ഉടമ്പടി എടുക്കത്തില്ല. എങ്കിൽ ഇവിടെയൊക്കെ വന്നൊക്കെ തിരിഞ്ഞ് വായിട്ടൊക്കെ നോക്കി പോകും പുള്ളി. അപ്പോൾ ഉടമ്പടി ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താ പ്രശ്നം? ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതായത് നമ്മൾക്ക് ദൈവത്തെക്കുറിച്ച് കൃത്യമായ വെളിപാടുകൾ വേണം. അത് വചനമാണ് നമുക്ക് നൽകണത്. ദൈവം പവർ മാത്രമല്ല, പിന്നെന്താണ്? പേഴ്സൺ കൂടിയാണ്. അതാണ് വിഷയം. അതാണ് നമ്മൾ 1 കൊറിന്ത്യൻസ് വായിക്കണത് അല്ലേ? 1:24. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 1:24. 1 കൊരിന്തോസ് 1:24. വിളിക്കപ്പെട്ടവർക്ക്, ഒന്ന് പറഞ്ഞേ, വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, എനിബഡി അതാണ് ആരായാലും ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ക്രിസ്തു ഒരേ സമയം തന്നെ പവർ മാത്രമല്ല, ദൈവത്തിന്റെ ശക്തി മാത്രമല്ല, പിന്നെ എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനമാണ്, അറിവാണ്, കോൺഷ്യസ് ആണ്, പേഴ്സൺ ആണ്. അപ്പോൾ ഒരേ സമയം തന്നെ ക്രിസ്തു നമ്മൾ എങ്ങനെയാണ് ഈ പവറിനോടല്ല ഇൻട്രാക്ട് ചെയ്യണത്? ഒരു ജ്ഞാനം, നമ്മുടെ അവസ്ഥകളെ എല്ലാം അറിയുന്ന ഒരാളിനോടാണ് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയണത്. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ. അപ്പോൾ ഒരേ സമയം തന്നെ ക്രിസ്തു ഒരു പേഴ്സണുമാണ്, ഒരു വ്യക്തിയുമാണ്, ഒരു ശക്തിയുമാണ്.
ഇനി എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഈ യേശുവിൻ്റെ 2 ഫാക്കൽറ്റികളും ഒരുപോലെ നമ്മളിലേക്ക് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ ഭൂമി കുലുങ്ങുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനും കരകയറാനും പറ്റത്തുള്ളൂ. പക്ഷെ ഒരിക്കലും അർപ്പിത് വന്ന് അമ്മയുടെ നിർബന്ധം കൊണ്ട് വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ ലൈഫിൽ ഇവനത് കുറച്ചൊക്കെ ചെയ്യും, കുറച്ച് ചെയ്യത്തില്ല. അപ്പം അതിൻ്റെ ലാഗിങ് ഉടമ്പടിയിലുണ്ടാകും. പിന്നെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ഉടമ്പടി പുതുക്കി 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവന് ജോലി കിട്ടും, നല്ല ശമ്പളത്തിൽ ജോലി കിട്ടും. ഉടമ്പടി പുതുക്കി 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ദൈവമെങ്കിൽ കൊടുക്കത്തില്ല. എന്താ കാര്യം? ഇവൻ ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ട്. അപ്പം ദൈവം വളരെ കരുണയുള്ള ആളാണ്. നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായാലും വളരെ, അതുകൊണ്ടാണ് നമ്മൾ ദൈവം എന്ന് പറയണത്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യരെന്നാ ജോസഫ് ചേർന്ന് പറഞ്ഞാൽ മതിയല്ല. അതിൻ്റെ പ്രശ്നം എന്താ? ദൈവം. അപ്പം നമ്മളുടെ മെരിറ്റുകൾ, നമ്മൾ രക്ഷപ്പെടാനുള്ള കണ്ടൻറ്റുകൾ, ഇപ്പം നിനക്ക് ബോധ്യം കിട്ടിയില്ല, ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പിപ്പോയെങ്കിലും ദൈവം നിന്നെ താങ്ങും. അപ്പം അപ്പം പെട്ടെന്ന് അർപ്പിതിന് ഒരു ഭാവമാറ്റം പറ്റും. കാര്യം ഇങ്ങനെ പെട്ടെന്ന് ഈ അമ്മയടുത്ത് വന്ന് പുതുക്കിയപ്പോൾ തന്നെ ജോലി കിട്ടിയപ്പോഴും വിചാരിക്കാത്ത ശമ്പളം കിട്ടി. അപ്പോൾ കുറച്ച് ആ ശമ്പളത്തിൻ്റെ ഒരു ഹാങ് ഓവറിൽ പുള്ളി കുറേ നാളൊക്കെ ഉടമ്പടിയൊക്കെ ചെയ്തൊക്കെ നടന്നേച്ചും പെട്ടെന്ന് പുള്ളിക്ക് വേറെ ഒരു സാത്താൻ കയറി. ഈ പ്രതിപക്ഷവും സാത്താനും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. നമ്മുടെ ഉള്ളിൽ തന്നെ ആൻറ്റിബോഡി ഉടക്കി സ്പിരിച്വലായിട്ട് ലൈഫിനും ആൻറ്റിബോഡികളുണ്ട്. അത് നമ്മുടെ സ്പിരിച്വൽ ആയിട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ അതിൻ്റെ ആൻറ്റിബോഡി വർക്കൗട്ട് ചെയ്യും. അതിന് വർക്കൗട്ട് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർപ്പിനോട് പറയും, ഇത് ശമ്പളം നല്ലത് കിട്ടി, അത് നിൻ്റെ കഴിവ് കൊണ്ടാണ്, നിനക്ക് കിട്ടിയെന്ന് പറയും. അർപ്പിത് ഉടമ്പടി പുതുക്കി അർപ്പിന് എപ്പോഴൊരു മെൻറ്ററുണ്ട്. ഉടമ്പടിയുടെ ഏറ്റവും ഇന്നുവരെ ഞാൻ കണ്ടുള്ളത് ഉടമ്പടി ഏറ്റവും വലിയ മെൻറ്റർമാർ അമ്മമാരുടെ ചില വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായ അവരുടെ ആധ്യാത്മികതയെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഫെയ്ത്ത് പ്രൊമോട്ടേഴ്സ് എന്ന രീതിയിൽ അമ്മമാർക്ക് 60% കൂടുതൽ മാർക്കാണ് അപ്പന്മാരെക്കാൾ ഉപരി. അപ്പം അമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള സാഹചര്യം മരിച്ചു എന്നതിൻ്റെ അർത്ഥം. ഒരു കുടുംബത്തിൽ അമ്മ മരിച്ചു എന്ന് പറഞ്ഞാലേ, ഇപ്പം അമ്മമാർ ഗൾഫിൽ പോകണം, അമേരിക്കയിൽ പോകണം, കാനഡയിൽ പോകണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് വിശ്വാസത്തിൽ അവർ ഡീപ്പോർട്ട് ചെയ്ത് പോവുകയാണിങ്ങനെ. നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അമ്മയാണ് നമ്മൾ പറയണത്, അങ്ങനെയല്ല മോനെ വെയിറ്റ്, അമ്മ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. എന്താ കാര്യം? നമ്മുടെ ആ ജന്മം ഉണ്ടായ കാലം മുതൽ നമ്മൾ കണ്ണ് തുറന്ന് ഇവരാണ് നമ്മുടെ അമ്മയെന്ന് കണ്ട കാലം മുതൽ നമ്മുടെ നന്മയല്ലാതെ ഒന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല. അത് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് അമ്മയെ നല്ല വിശ്വാസമാണ്. നമ്മൾ കണ്ണ് തുറന്ന് കണ്ടത് മുതൽ ഇവരാണ് നമ്മുടെ അമ്മയെന്ന് നമ്മൾ മനസ്സിലാക്കിയ മുതൽ ആ ജന്മം ഇന്ന് വരെ നമ്മുടെ നന്മയല്ലാതെ ഒന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല. അതിനു വേണ്ടി എന്ത് അറ്റം വരെ പോകാൻ അവർ തയ്യാറാണ്. അത്രയും അർപ്പിതയാണ് അവരെ. അതുകൊണ്ട് തന്നെ അമ്മമാർ, നിങ്ങൾക്കുള്ള ഡ്യൂട്ടി, നിങ്ങൾ മക്കളെ വിശ്വാസത്തെ നിലനിർത്തുക ആണെങ്കിൽ നിങ്ങളുടെ ജന്മം സാഫല്യമായി. പക്ഷെ ചില അമ്മമാരോട് എന്താണ് അത്ര യോജിപ്പ് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്തിന് മക്കൾ അകറ്റിക്കളയണേൽ ഇവർ തന്നെ വിലത്തരം കാണിക്കണത്. അതാണ് വിഷയം. വിശ്വാസത്തിൽ നിന്ന് മക്കൾ ഭാര്യ വഴക്കിട്ട് പോയി, അപ്പോൾ ഉടനെ ഭർത്താവ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ മകൻ എന്ത് ചെയ്യും? അമ്മയോട് പറയും, അമ്മ അവൾ പോയി. അപ്പം അമ്മ എന്ത് പറയും? അവൾ പോണേ പോട്ടറ, ഞങ്ങൾക്ക് വേറെ പെണ്ണൊക്കെ ഉണ്ടെന്ന് പറയും. ഉടനെ പറയും, ഈ പിശാച്ച ഉടനെ അത് പറയും. അമ്മ പെട്ടെന്ന് പിശാച്ചായിട്ട് മാറും. മകനോടുള്ള താല്പര്യം കൊണ്ട് ദൈവത്തെ മറന്ന് അവർ നമുക്ക് ഡയലോഗ് പറഞ്ഞു തരും. അവൾ പോണേ പോട്ടറ, നമുക്ക് വേറെ പെണ്ണൊക്കെ കിട്ടുമെന്ന് പറയും. അപ്പോഴമ്മ പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് എന്താ, അവൾ പോണേ പോട്ടെ. അപ്പോൾ പല കുടുംബങ്ങളും നശിപ്പിച്ചതിൽ അമ്മമാർ കൃത്യമായ പങ്കുണ്ട് അമ്മമാർക്ക്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നിങ്ങൾ ദൈവത്തെ മറന്ന്
മകനാണ് മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയാണെന്നൊരു കാര്യമില്ല. നിങ്ങൾക്കൊന്നും ദൈവത്തെ മറന്ന് സംസാരിക്കാനുള്ള അവകാശമില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഉടമ്പടി ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംഭവിക്കും. ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ലിങ്ക്, കറണ്ട് വന്ന് കറണ്ട് പോകണമെന്ന പോലെ പറഞ്ഞ പോലെ ഈ ഒരു ഉടമ്പടിയിലാണ് നമ്മുടെ ജീവിതം നിൽക്കുക. ഇപ്പം നിങ്ങൾ കൃപാസന്ധ്യ വന്ന് ഉടമ്പടി എടുത്തില്ലെങ്കിലും നിങ്ങളുള്ള ഒരു അനോണിമസ് ഉടമ്പടി നിൽക്കുകയാണ്. ഒരു അൺനോൺ ഉടമ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത് ദൈവമായിട്ട്. അൺനോൺ ഉടമ്പടിയെ നമ്മൾ പ്രഖ്യാപിതമായിട്ട് ഇവിടെ പ്രയോഗിക്കുക മാത്രമാണ് കൃപാസന്ധ്യ ചെയ്യണത്. അൺനോണായിട്ട് ഒരു ദൈവവുമായിട്ട് നമുക്കൊരു ഉടമ്പടി ഉണ്ട്. പക്ഷെ അത് ബ്രേക്കായി പോയി ചില ആൾക്കാർക്ക്. ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം മക്കൾക്കോ ജോലിക്കോ വീടിനോ വിവാഹത്തിനോ പ്രണയത്തിനോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്ന് ഉടമ്പടി കണ്ടിച്ചു പോകും. എപ്പോഴും നമ്മൾ സമയം ഉടമ്പടി എപ്പോഴാണ് ഈ നമ്മൾ ദൈവമായിട്ടുള്ള എന്തുകൊണ്ട് നിങ്ങൾക്ക് തകർച്ച സംഭവിക്കണത്? അതിൻ്റെ സമയത്ത് ഈ അൺനോൺ ഉടമ്പടി, അപ്രഖ്യാപിതമായിട്ടുള്ള അനോണിമസ് ആയിട്ടുള്ളൊരു ഉടമ്പടിയുണ്ട്, അജ്ഞാതമായ ഉടമ്പടി. പെട്ടെന്ന് അത് പ്രകടമല്ലാത്തൊരു ഉടമ്പടിയുണ്ട്. ഈ പ്രകടമല്ലാത്ത ഉടമ്പടി നിങ്ങൾ ദൈവത്തിനേക്കാൾ പ്രാധാന്യം ആർക്ക് കൊടുക്കുന്നുവോ, വ്യക്തിക്ക് കൊടുക്കാം, സൗന്ദര്യത്തിന് കൊടുക്കാം. ഒരു ദിവസം ഒരു കൊച്ചിനോട് പറഞ്ഞു, നീ എന്താണ്ട് വേദപാഠത്തിന് വന്നില്ലല്ല? അവ പറഞ്ഞു ഉടുപ്പില്ലാഞ്ഞ്. ഉടുപ്പ് അവർക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മ അവളെ ട്രെയിൻ ചെയ്തിരിക്കുക. അവൾ 6ാം ക്ലാസ്സുകാരത്തിയാണ്. അവൾ ഒരു സുന്ദരിക്കുട്ടിയാണ്. പക്ഷേ ഞാൻ അവളുടെ വീട് വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ അവളുടെ അലമാരി തന്നെ ഏതാണ്ട് ഈ നമ്മുടെ എന്നൊക്കെ പേരൊന്നും അറിയാൻ പാടില്ല, ലിപ്സ്റ്റിക്ക് പോലെ ഉപയോഗിക്കുന്ന ഷെയ്ഡുകളിരിക്കുകയാണ്. ഷെയ്ഡുകൾ എത്ര ഷെയ്ഡുണ്ട്? ഒരു 10-24 ഷെയ്ഡുണ്ട്. അവളുടെ അമ്മ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തുകയൊന്നുമല്ല, അവർ സാധാരണ ഒരു ഹൗസ് വൈഫാണ്. പക്ഷേ കുഞ്ഞിൻ്റെ ഉടുപ്പിന് പറ്റുന്ന രീതിയിലുള്ള ഷെയ്ഡുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഉടുപ്പിന് പറ്റിയ ഷെയ്ഡില്ല, വേദപാഠത്തിൽ പോണില്ല. അതാണ് സംഭവം. ഉടുപ്പിന് പറ്റിയ ഷെയ്ഡ് ചുണ്ടത്തേക്കാൻ ഇല്ലാന്ന് കാരണം കുഞ്ഞ് വേദപാഠത്തിൽ പോയിട്ടില്ല. ഞാനത് കൈയോടെ പിടിച്ചു സ്ഥാനത്ത് രണ്ടിനെ, അമ്മനെ മകളെ പിടിച്ചു. ഞാൻ അപ്പം നിങ്ങളുടെ ജീവിതം ഇവിടെ വെച്ച് പട്ടിച്ചാകണം, അവർ ചത്തു തിരികെയുള്ളു. കാര്യം നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ ചുണ്ടിനേക്കാളും ഉടുപ്പിനേക്കാളും കുഞ്ഞിനേക്കാളും വലുത്, ദൈവത്തേക്കാൾ വലുത് അതാണ്. അവിടെ വെച്ച് നമ്മൾ ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബ്രേക്കായിപ്പോയി. ഈ ഉടമ്പടി, നിലവിലിരിക്കുന്ന ഉടമ്പടി അറിയാതെ ബ്രേക്കായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ കവനൻ്റ്. എന്താണ്? നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. മറ്റൊരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? സൗന്ദര്യമാകാം, ആരോഗ്യമാകാം, സമ്പത്താകാം, ചിലപ്പോൾ കമ്പനിയാകാം, ചിലപ്പോൾ ജോലിയാകാം, ചിലപ്പോൾ ലൈനടിച്ച് കെട്ടാൻ പോണ ഭർത്താവാകാം, ഭാര്യയാകാം, കാമുകനാകാം. ദൈവത്തെക്കാൾ പ്രാധാന്യം സ്വത്തിനോ എന്തിനു വന്നാൽ അപ്പോൾ ഈ നിലവിലുള്ള ഉടമ്പടി ബ്രേക്കാവും. നിലവിലുള്ള ഉടമ്പടി ബ്രേക്കായാൽ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും പിന്നെ ഗതി പിടിക്കത്തില്ല. എന്താ കാര്യം? ഈ ലോകത്ത് ഒരു കാര്യവും സ്വന്തം കഴിവിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മുടെ ഭൂമി എപ്പോഴും ഇളകിയിരിക്കും, നമ്മുടെ ആകാശം ഇളകിയിരിക്കും, നമ്മുടെ കടൽ ഇളകിയിരിക്കും, അനിശ്ചിതമായിട്ട് ഇളകിയിരിക്കും. അപ്പോഴേ ഇളകുമെന്നുള്ള ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭൂമി ഇളകും. ഇപ്പം എനിക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞു, എനിക്ക് 2-3 ഡിസീസ് ഉണ്ട്. ഇപ്പം ഇന്നലെ ഒരു സിസ്റ്റർ ഇവിടെ സാക്ഷ്യം പറയാം. എന്താ അസുഖം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോശം തന്നെ അവരുടെ പതിരയിലെ കോശത്തെ വിഴുങ്ങുന്ന ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും. മസ്തീന ഗ്രേവ്സ് രക്ഷപ്പെടാൻ പാടില്ല. അവസാനം റെസ്പിറേറ്ററി പോകും, അതായത് ശ്വസിക്കാനുള്ള ആ ഒരു സംഭവം വന്ന് പതിരകളുടെ കോശങ്ങളെ വിഴുങ്ങും, പതിരകളുടെ കോശങ്ങളെ ചുരുക്കും, പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല. തൈമസ് ഇവിടെ ഇരിക്കുന്ന 2 ഗ്രന്ഥികൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറയും. ഓപ്പറേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം വരും. അവരുടെ ഭൂമി കുലുങ്ങുകയാണ്, അവിടെ ആകാശം കുലുങ്ങുകയാണ്, അവിടെ കടൽ ഇളകുകയാണ്. എന്താ ഡോക്ടർ പറയണത്? നിങ്ങൾക്ക് ഇനി സംസാരിക്കാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണും തുറക്കത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ണും തുറക്കത്തില്ല, നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റത്തില്ല.
ഇത് ഡോക്ടർ നേരിട്ട് പറയുകയാണ്. പണ്ടത്തെ കാലത്ത് അല്ല, മരിക്കാൻ പോണ രോഗിയോട് നേരെ അങ്ങോട്ട് ഡോക്ടർ പറയും. എന്നുവെച്ചാൽ നിങ്ങൾ ചാകും, അതിന് ഞാൻ ഉത്തരവാദിയല്ലെന്നാണ് പറയുന്നത്. അത് മെഡിക്കൽ ഗ്രൗണ്ടാണത്. പണ്ടിങ്ങനെ ഡോക്ടർമാർ പറയത്തില്ല, സാരമില്ല ശരിയാവും എന്നേ പറയത്തുള്ളൂ. ഇപ്പോൾ ലക്ഷങ്ങൾ മേടിച്ചാലും അവർ പറയും ശരിയാകത്തില്ലെന്ന് പറയും. അത് നിങ്ങളുടെ ആശുപത്രി ഫീസ്. പക്ഷെ ഇതുകൊണ്ട് ഇത് ശരിയാകാൻ നിർബന്ധമില്ല. അപ്പോൾ മുഖത്ത് നോക്കി പറയും. അപ്പോൾ നമുക്കുള്ള ഊര് കൂടി പോകും, നമ്മുടെ ഉള്ള ഭൂമി കൂടി ഇളകും, നമ്മുടെ കടലിളകും, നമ്മുടെ ആകാശം ഇളകും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അമ്മ വന്ന്, സിസ്റ്ററിൻ്റെ അമ്മ, സിസ്റ്റർ MBBS സ്റ്റുഡൻ്റാണ് സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിലാണ്. അവരപ്പോൾ അവരുടെ അവസ്ഥ എന്താ? അവർക്കാണ് സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിലെ അൽഫോൻസ മറിയം എന്നുള്ള സിസ്റ്റർ ഇന്നലെ സാക്ഷ്യം പറഞ്ഞതാണ്. അവരുടെ അസുഖം എന്താണ്? ഇപ്പം തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പോവുകയാണ്. അവർക്ക് തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളയണതിന് ഒപ്പം തിയേറ്റർ വെച്ച് പറയും സംസാരിക്കാൻ പറ്റത്തില്ല, ഇനി ചിലപ്പോൾ അത് കണ്ണും തുറക്കത്തില്ല, പക്ഷെ നമുക്കിതെല്ലാം വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറയും. വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവരുടെ അമ്മ പറയും. അമ്മ എന്താ പറയണത്? നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് മോളെ എന്ന് പറയും. ഈ മെഡിക്കൽ സ്റ്റുഡൻറ്റിനോട് അവരെന്താ പറയണത്? അമ്മ എന്താ പറയണത്? നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിൻ്റെ ഊരും എൻ്റെ ആയുസ്സും ഞാൻ ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് കൃത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ മകൾ പോകുമെന്ന് പറയും. അതാണ് അമ്മ എന്ന് പറയണത്. അതായത് നമ്മുടെ ഒരു ജീവിതമാണ് ഈ സംഭവം. ഈ ജീവിതത്തിൽ ചില സമയത്ത് പെട്ടെന്ന്, അപ്പോൾ ആ സിസ്റ്റർ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ രോഗിയായത് കാരണം എനിക്ക് എല്ലാവരുടെയും രോഗങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഇതാണല്ല പ്രശ്നം. മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനായി പോകുന്നതിൻ്റെ കാരണം മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞാൻ രോഗിയായത് കാരണം, ഇപ്പം എന്നെ സംബന്ധിച്ചത് എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ ഓരോ ക്യാൻസർ പേഷ്യൻറ്റിനെയും ഓരോ കിഡ്നി പേഷ്യൻറ്റിനെയും അവരൾത്താരെ വരുമ്പോൾ അവിടെ തലയെ കൈ വെച്ചിട്ട് കുറേ പ്രാർത്ഥനകളുണ്ട്. മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പ്രാർത്ഥിക്കണം. പക്ഷേ അവരോടൊക്കെ ഞാൻ കാണിക്കുന്ന കാരുണ്യം എന്താണ്? ഞാൻ ബേസിക്കായിട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടാണ്. ഞാൻ നല്ല ആരോഗ്യമുള്ള ജിംനേഷ്യനിലൊക്കെ ഉള്ള 16 കട്ടിങ്സുള്ള പാർട്ടിയാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ മസിൽ കൈ വെച്ചിട്ട് പിടിക്കത്തേ ഉള്ളൂ. കാര്യം അവരുടെ വേദന എനിക്കറിയത്തില്ലല്ലോ. വാട്ട് ദേ ഫീലിംഗ് അവരുടെ ഫീലിംഗ് നമുക്കറിയത്തില്ല. അപ്പം മറ്റുള്ളവരുടെ ഫീലിംഗ് അറിയിക്കുമ്പോൾ മാത്രമേ ഒരുത്തൻ്റെ സ്വാർത്ഥത കുറഞ്ഞു വരത്തുള്ളൂ. അല്ല യമനിയമയാം പ്രാണായാമ പ്രത്യാസ ദിനിയാസ സമാധിയിലൂടെ അത് ഒരു മാനസികമായ ആശയപരമായ രീതിയിലുള്ള നമ്മളുടെ ഒരു എന്താണ് ജഗമിഥ്യ എന്ന് കാണിക്കുന്ന ആശയപരമായ ഒരു ജ്ഞാനമാർഗമാണത്. പക്ഷെ അനുഭവപരമായിട്ട് പ്രായോഗിക മാർഗമെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തന്നെ ഈ അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാകും. അത് പുരോഹിത, നീ തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹെബ്രായർ 5:2. ഹെബ്രായർ 5:2. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് പുരോഹിത നീ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. അപ്പൊ ഈ വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുക ഉടമ്പടിയുടെ ഭാഗമാണത്. നമുക്ക് സഹതാപമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ലെവലുണ്ട്. എന്താണ് വേണ്ടത്ര സഹതാപം? നിങ്ങൾക്ക് ആൾക്കാരുടെ സഹതാപമുണ്ട്. നിങ്ങളുടെ അപ്പനോട്, അമ്മയോട്, നിങ്ങളുടെ ബന്ധുക്കളോടാണ് സഹതാപം ഉള്ളത്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാരോട് നിങ്ങൾക്ക് സഹതാപം ഉണ്ടാ? ഇല്ല. നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ പറയും എല്ലാവർക്കും എല്ലാവരുടെയും തകർച്ച കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. എന്താണ്? അവന് അങ്ങനെ തന്നെ വേണം, അവനിത്തി എടുപ്പ് കൂടുതലാണ്, അവർക്ക് അങ്ങനെ തന്നെ വേണം. അതാണ് നമ്മുടെ മൈൻഡ് ഇരിക്കണത്. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോഴും ഒരു മനുഷ്യൻ്റെ തകർച്ച കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്? നിങ്ങൾ ലോകത്തനായതുകൊണ്ടാണ്.
ഈ ലോകത്തിനെ നിന്നുകൊണ്ട് ഒരിക്കലും ഉടമ്പടിയുടെ ആനുകൂല്യം കൈപ്പറ്റാൻ പാടായിരിക്കും. സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ്റെ തോറ്റുപോയത്, ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു, തോറ്റുപോയാവോ കഷ്ടമായി പോയെന്ന് പറഞ്ഞ് ഉള്ളിൽ സന്തോഷമായിരിക്കും. പിതാജ തോറ്റല്ല, അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. ഇതാണ് നമുക്ക് ഡബിൾ മൈൻഡ് ശരിക്കും പറഞ്ഞാൽ. ഈ ഡബിൾ വിഷൻ എന്ന് പറഞ്ഞ പോലെ കാപട്യത്തിന് 2 മൈൻഡുണ്ട്. ഒരു മനുഷ്യൻ തോറ്റു, അവൻ്റെ കാലൊടിഞ്ഞു, അവൻ ചില മലയാളികൾ അമേരിക്കയിൽ വണ്ടി ഇടിച്ച് മരിച്ചു. അവിടെ നമ്മൾ പത്രം വായിക്കും, മലയാളി കാനഡയിൽ വണ്ടി ഇടിച്ച് മരിച്ചു. അവൾക്ക് അങ്ങനെ തന്നെ വേണം, നാട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ കെട്ടിയിട്ട് അങ്ങോട്ട് പോയിരിക്കണം. ഇതാണ് മനസ്സിരിപ്പ്, ഇതാണ്. അപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉടമ്പടി ബ്രേക്കാണ്. കാര്യം ഈ ആൾ ഉടമ്പടി എടുക്കാൻ യോഗ്യനല്ല. ഇവർ കേട്ടാൽ ഇവർക്കൊരു ബന്ധവുമില്ല. കാനഡയിൽ മലയാളി വണ്ടി ഇടിച്ച് മരിച്ചു, അവൾക്ക് അങ്ങനെ തന്നെ വേണം. പെരുപ്പ് വന്നിട്ടല്ല അങ്ങോട്ട് ചാടിപ്പോയിരിക്കണം, വല്ല കാര്യമുണ്ടായി പിന്നീട് നാട്ടിൽ നിൽക്കാൻ പാടില്ല ഞാൻ. അപ്പോൾ ആൾ കളിക്കാൻ വേണ്ടി വലിയ വീട് വെക്കാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ ഇങ്ങനെ പുച്ഛം തോന്നുടനെ ജഡിക മനുഷ്യനെ പുച്ഛം തോന്നും. അതാണ് വേണ്ടത്ര. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എടുത്തേ വചനെടുത്തേ. എബ്രായർ 5:2. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് പറഞ്ഞേ, അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഒന്നുകൂടി പറഞ്ഞ, ഒന്ന് വായിച്ച മോളെ. അവൻ തന്നെ ഒന്ന് പറഞ്ഞ, അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇപ്പൊ ദൈവം മനുഷ്യരെ കാണുന്ന 2 ആത്മബന്ധത്തിന് 2 ഡയമെൻഷനാണ്. ദൈവം ഒന്ന് പറയും, ജ്ഞാനമുള്ളവരെന്ന് പറയും. പിന്നെ എന്താണ്? അജ്ഞരുണ്ട്, അറിയാൻ പാടില്ലാത്തവര്. ഈ അറിയാൻ പാടില്ലാത്ത വർഗത്തോട് കാണിക്കുന്ന സഹതാപമാണ് ദൈവിക സഹതാപം. അതാണ് വേണ്ടത്ര സഹതാപം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നെഞ്ചിൽ കുത്തിയപ്പോഴേ, പിതാവേ അവരോട് ക്ഷമിക്കണമേ. എന്താ കാരണം? അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയില്ല. അത് അജ്ഞരെന്ന് പറയുന്നതാണ്. കർത്താവ് അതായത് ഈ അജ്ഞര് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾക്ക് ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്, അവരോടൊക്കെ നിങ്ങൾ ഓക്കെയാണ്. ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്. പക്ഷെ ദൈവം നിങ്ങൾക്ക് സഹതാപം ഉണ്ടെന്നേ പറയത്തുള്ളൂ. പക്ഷെ വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയത്തില്ല. വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയണമെങ്കിൽ അജ്ഞരോടുകൂടി നിങ്ങൾക്ക് അതേ സഹതാപം, ആത്മബന്ധമുള്ള ആൾക്കാരോടുള്ള സഹതാപം അജ്ഞനോടുണ്ടാകണം. എന്നുവെച്ചാൽ നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ, നിങ്ങൾക്കറിയാൻ പാടില്ലാത്തവർ, പിടിയ അവർ അന്യരാണ്. നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ, പിന്നെന്താണ്? നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർ. അവരൊക്കെ ബൈബിൾ എന്താ പറയണത്? അജ്ഞരാരാണ്? അന്യരാണ്. അപ്പം അജ്ഞരെന്ന് പറയുന്ന അന്യരോട് വേണ്ടത്ര സഹതാപം തോന്നാൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സോടനെ സ്വീകരിക്കും.